സുഹൃത്തുക്കളെ, അപ്പോൾ നമസ്കാരമുണ്ട്. അപ്പോൾ അധികം ആലോചിച്ചിട്ട് തല പുകയ്ക്കൊന്നും വേണ്ട. ചിന്നു പപ്പുവിൻ്റെ ആ കാമുകൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടാണ് ചിന്നു പപ്പു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ, കാസർകോട്ടുകാരി, കാസർകോട്ട് ഭാഷയിൽ വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ചിട്ട് വൈറലാവുകയും ചെയ്ത ഒരാളാണ്. പിന്നെ കുടുംബമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടെന്നും പിന്നീട് അവരൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നതും ഏതൊരു കാമുകൻ ഉണ്ടായിരുന്നെന്നും കാമുകൻ മുൻപ് തന്നെ സംതിങ് ലൈക്ക് അവർക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പല വിധത്തിലെ കഥകളുണ്ട്. എന്തായാലും ഈ ആത്മഹത്യക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥ കാരണം അറിയാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും ഇത് ആലോചിച്ചിങ്ങനെ തല പുകച്ചു നടക്കും എന്നുള്ളതാണ്. വളരെ സാഡായിട്ടുള്ള വാർത്തയാണ്. വളരെ ചെറുപ്പത്തിലാണ് ചിന്നുപാപ്പു എന്ന് പറയുന്ന ആ ഒരുപാട് സബുള്ള, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായത്. കാരണം അതേപോലെ തന്നെ വളരെയധികം കോൺഫിഡൻസോട് കൂടി സംസാരിച്ച അല്ലെങ്കിൽ ഇടപെട്ട വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, CJ റോയ് എന്ന് പറയും. CJ റോയും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. തൻ്റെ കയ്യിലുള്ള ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചിട്ട് നെഞ്ചത്തേക്ക് വെടിയുതിർത്തിട്ടാണ് CJ റോയും ആത്മഹത്യ ചെയ്യുന്നത്. ആളുകൾ വല്ലാതെ അങ്ങോട്ട് ഭയപ്പെട്ടു പോയി. എന്തുവാണത് ഇങ്ങനെയൊക്കെ? ഇത്രയ്ക്കധികം കോൺഫിഡൻസ് എന്നുള്ള പേരിൽ തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത, അങ്ങനെ അപാരമായിട്ട് പണം കയ്യിലുള്ള, സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കവുമില്ലാത്ത CJ റോയ് ആത്മഹത്യ ചെയ്യുന്നു. ഇത് പാപ്പു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെ പുറകിൽ കാമുകനാണെന്ന് പറയുന്ന വർത്തമാനങ്ങൾക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാമുകൻ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവസാനം കാമുകനും ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ചിന്നുപാപ്പു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായിരിക്കുക ഈ മനുഷ്യനായിരിക്കാം. ഇങ്ങനെ കാരണമാണെന്ന് ആരോപിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള മനോവിഷമം സഹിക്കാൻ വയ്യാതായിരിക്കാം. ഇനി അതൊന്നുമല്ലാത്ത വേറെന്തെങ്കിലും കാരണമായിരിക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്തവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യയുടെ കാരണം അറിയുള്ളൂ. നമ്മളൊക്കെ വെറുതെ തലപൊക്കുകയാണ്. ബൈ. അതെ, എല്ലാവരും പറയുന്ന പോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമൊന്നുമല്ല. ജീവിക്കാൻ ശ്രമിക്കുക. നൈസാണ് ജീവിതം. ബൈ. ഒന്നുകൂടി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിക്കണം. സംസാരിച്ചാൽ തീരാത്ത, സംസാരിച്ചാൽ അവസാനിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ബൈ.